അൻസിബയും റഷിയും ബിഗ് ബോസ് വീട്ടിലെ രണ്ട് കൊടും വിഷങ്ങളാണ്. ഇന്നലെ രാത്രി ലൈവിൽ നടന്ന കുറച്ച് സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണമെന്ന്. ഇവരുടെ രണ്ടുപേരും സൈലൻ്റ് ആയിട്ട് ചേച്ചിയും അനിയനുമായിട്ട് ഇത്രയും കാലം ഇരുന്നിട്ട് ഇവർ രണ്ടുപേരുടെ കാണിച്ചു കൂട്ടുന്ന വെളിത്തരങ്ങൾ, ഇവരുടെ രണ്ടുപേരുടെയും കയ്യിലിരിപ്പുകൾ, ഇവരുടെ ചിന്താഗതികളൊക്കെ വളരെ മോശം. ഇന്നലെ ലൈവിലുണ്ടായിരുന്ന പല സാധനങ്ങളും എപ്പിസോഡിലില്ല, എപ്പിസോഡിലുള്ള പല സാധനങ്ങളും ലൈവിലില്ല. അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയ കുറച്ച് വിവരങ്ങളുണ്ട്. രാത്രി നടന്നതും റസ്മിൻ യഥാർത്ഥത്തിൽ ജാസ്മിനെ എന്താണ് ചെയ്തതെന്ന് ആർക്കും അറിയത്തില്ല. ആ സംഭവം എന്താണെന്ന് പറയാം. ലൈവിലും ഇല്ല, എപ്പിസോഡിലും ഇല്ല, അത് ഫുൾ കട്ടാണ്. പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നലെ രാത്രി നടന്നിട്ടുള്ള ആദ്യം ഞാൻ ഈ അൻസിബയും റഷിയും വിഷമാണെന്ന് പറയാനുള്ള കാര്യം പറഞ്ഞുതരാം. ഈ പറയുന്ന പോലെ ജാസ്മിൻ ഇന്നലെ സ്റ്റൗ പോയി ഓഫാക്കുന്നു. ഓക്കെ, സ്റ്റൗ ഓഫാക്കുന്നു. റസ്മിൻ കയറി പിടിക്കുന്നു. റസ്മിൻ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇന്നലെ ലൈവിലും എപ്പിസോഡിലും കണ്ട പോലെ പിടിക്കുന്നു, തള്ളുന്നു. അത്രേ എപ്പിസോഡിലും ലൈവിലും ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ റസ്മിനെ എല്ലാവരോടും ഒന്ന് മാറ്റി പിടിക്കുന്നു. ജാസ്മിൻ അവിടെ നിന്നിട്ട് വീണ്ടും മാം എല്ലാവരെയും വിളിക്കുന്നുണ്ട്, വരൂ, എല്ലാവരെയും വിളിക്കുന്നുണ്ട്, വരൂ. ഇത് തന്നെ കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് ഇതേ സാധനം അവൾക്ക് കിട്ടിയ ജോലി, അവൾക്കൊരു അടി കിട്ടിയിട്ട് പോലും ആ സ്പോട്ടിൽ നിന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ PR അടുത്ത് പറയുന്നത് അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ ഇന്നലെ ലൈവിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് പിന്നീട് എപ്പിസോഡിൽ സിജോയും പറയുന്നുണ്ട്. എന്നിട്ട് റസ്മിൻ പിടിച്ചു മാറ്റിയതിനു ശേഷം റസ്മിൻ വീണ്ടും അവളെ അടിക്കാൻ വേണ്ടി കലി തുള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ശബ്ദം എല്ലാം കൂടെ കേട്ടോണ്ടൊന്ന് അപ്സരയും റസ്മിനോട് കൂട്ടാണല്ലോ. റസ്മിനെ എന്ത് പറ്റി കൂൾ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമാധാനപ്പെടറ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കൂടെ നിൽക്കുന്ന അൻസിബ പറയാണ്, ഹേ ഒന്ന് പോ, മാസാവാൻ കാണിക്കാൻ പറ്റിയ സമയത്തിനാണോ ഇങ്ങോട്ട് വന്നത്? മാസാവാൻ വേണ്ടിയിട്ടാണോ അപ്പം ഇങ്ങോട്ട് വന്നത്? അപ്പം അപ്സര നല്ലപോലെ ദേഷ്യപ്പെട്ടിട്ട് പോകുന്നുണ്ട്. അല്ല, ഈ അൻസിബ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊടും വിഷമാണ്, ഭയങ്കര ബുള്ളിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ബുള്ളി ഗ്യാങ്ങിന്റെ തലയുകയാണ് അൻസിബ. കാരണം ഈ പറയുന്ന അപ്സര ഒരാളെ സമാധാനിപ്പിക്കാൻ വന്നപ്പോഴാണ് ഇവിടെ നിന്റെ മാസ് കാണിക്കാനുള്ള സമയമല്ലെന്ന്. അവിടെ അപ്സര ഒരു വാക്ക് പെണ്ണ് കൂൾ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് പിടിക്കുന്നതേ ഉള്ളൂ. അന്നേരം ഈ അൻസിബയ്ക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത്? മാസ് കാണിക്കാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അൻസിബയ്ക്ക് അവിടെ സ്പേസ് പിടിക്കുകയും വേണം, എന്നിട്ട് അത് മാറ്റണം. അപ്പം ഈ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സ്റ്റൗവിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടണം, ആ സ്റ്റൗവിൽ തിളച്ച എണ്ണ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അടി നടക്കുന്ന സമയത്ത് അൻസിബയ്ക്ക് കരച്ചില പിടിച്ചില ഒന്നുമില്ല, ഒരു ഇതുമില്ല. അപ്പോൾ ഈ പറയുന്ന സമയത്തും ഈ അപ്സര വന്ന് ഇവളെ എങ്ങനെ റസ്മിനെ പിടിക്കുന്ന സമയത്തും ജാസ്മിൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, മാം അവിടെ വന്നിരിക്കൂ, അവിടെ വന്നിരിക്കൂ. അപ്പം റഷി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു, നിനക്ക് കിട്ടിയെന്ന് പോരെ, നീ എന്നിട്ട് ഈ എന്തിനാണെങ്കിൽ നിന്റെ ചിലപ്പോൾ നിർത്ത് എന്ന് പറയണേ. ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് ഫിസിക്കൽ അസോൾട്ട് സംഭവിച്ചു, ഒരാളുടെ ഭാഗത്തു നിന്നും ജാസ്മിൻ ഒരു സംഭവം ചെയ്തു, അത് ഞാൻ പറഞ്ഞുതരാം. ഒരു സംഭവം ചെയ്തു. അപ്പം ഇത് കണ്ടുകൊണ്ട് നിന്ന് എല്ലാവരും വന്നിട്ടും എന്തുകൊണ്ട് ഫിസിക്കൽ അസോൾട്ട് ചെയ്ത ആരോ ആവട്ടെ അവരെ കുറ്റം പറയാതെ ഈ ജാസ്മിന്റെ ചിലപ്പ് നിർത്തുമെന്ന് പറയാനായിട്ട് ഋഷിക്ക് എന്ത് അധികാരമാണുള്ളത്? ഋഷി പ്യുവർ സോളാണ്, ജെനുവിൻ ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുഞ്ഞുങ്ങൾ കിടന്ന് കുരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണോ ജെനുവിനിറ്റി? ഒരാൾക്ക് അടി കിട്ടി നിൽക്കുമ്പോൾ പെരുമാറുന്നതാണോ ഇങ്ങനെ റസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്റെ ചിലപ്പ് നിർത്ത് എന്ന് പറയുന്നതാണോ ജെനുവിനിറ്റി? ആ ഫാൻസ് ഇങ്ങോട്ട് ഓടി വരണേ, ഒന്ന് കാണാനാ. കുറെ ഉപ്പുമുളകിന്റെ ആരാധകരാണ് ഇതുള്ളത്, അല്ലാതെ വേറെ ഗെയിമിന്റെ എനിക്ക് തോന്നുന്നില്ല. ഗെയിം കളിച്ചിട്ട് ഋഷി ഭയങ്കര സംഭവമാക്കി എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. ഒരു പ്യുവർ സോള്, നിങ്ങൾ പറയും പോലെ പ്യുവർ സോള്, ജെനുവിൻ, ഇന്നസെന്റ്. ഇതാണോ ഇന്നസെന്റ്? ഒരാൾക്ക് അടി കിട്ടി, മോന്തയ്ക്ക് അടി കിട്ടി നിൽക്കുന്ന ആളെടുത്ത് നിന്റെ ചിലപ്പം നിർത്ത്, റസ്മിനെ മുത്തേ, ഇതാണോ ജെനുവിനിറ്റി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അഭിഷേകം അൻസിബയും ഋഷിയും കൊടിയ വിഷങ്ങളാണ്. എന്നിട്ട് പിന്നീട് അൻസിബയ്ക്ക് ഷോക്ക്, മെന്റൽ ഷോക്ക് ഇളവുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ലിവിങ് റൂമിൽ എല്ലാവരും വന്നിരുന്ന് ജാസ്മിൻ കരയുന്നു, ശ്വേത പോയി ജാസ്മിനെ ആശ്വസിപ്പിക്കുന്നു. അപ്പൊ ഇവക്ക് ഇരുന്ന് കണക്കില്ല, ബാധ കൂടി കണക്ക് ഇവക്ക് അത്ര നേരം, നിങ്ങൾ ശ്രദ്ധിച്ചോ, അത്ര നേരം കുഴപ്പമില്ല. ഇവളെന്താ സ്റ്റക്ക് അടിച്ചിരുന്ന ഈ സ്റ്റൗവിൽ നിന്ന് തിളച്ച ഇത് ഈ അടി നടന്നു. ഇവള് പറയുന്നത് തിളച്ച എണ്ണ വീടിരുന്നെങ്കിലോ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമായിരുന്നില്ലേ? അത് അവൾക്ക് ഇപ്പോഴാണ് ബോധം വന്നത്. ആ സമയത്ത് അവൾക്ക് ബോധം വന്നില്ലേ? എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഒരാളെ വെടിവെച്ച് കൊന്നു, നമുക്കത് കാണുന്ന സമയത്തായിരിക്കോ ഷോക്ക്? അത് കഴിഞ്ഞ് 10 മിനിറ്റ് അയ്യോ എന്നെ കൺമുമ്പിൽ വെച്ച് വെടിവെച്ച് കൊന്ന്, അയ്യോ ഇങ്ങനെ ഇരുന്ന് വിളിക്കുവോ? എനിക്ക് അറിഞ്ഞുകൂടാത്ത വിളിക്കണം. നിങ്ങൾ തന്നെ പറയും. നമ്മളൊരു സംഭവം കാണുന്ന സ്പോട്ടിലല്ലേ നമുക്ക് ഷോക്ക്.
ഇപ്പൊ തന്നെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരാൾ മരിച്ചു, കുറച്ച് ദിവസമായി മരിച്ചു. എനിക്ക് മരിച്ചെന്ന് അറിഞ്ഞപ്പോഴാണോ വിഷമം, അതോ 10 ദിവസം കഴിഞ്ഞിട്ടാണോ വിഷമം? നിങ്ങളൊന്ന് പറയൂ. അതുപോലെയാണ് ഈ പറയുന്ന അൻസിബ. ആ സമയത്തൊന്നും അൻസിബയ്ക്ക് ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞ കണക്ക് ലിവിംഗ് റൂമിൽ വന്നിരുന്ന് കുറച്ച് ബിഗ് ബോസ് എന്ന് എന്താണിത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അൻസിബ അഭിനയ റാണി, അഭിനയ സിംഹം, എന്തെല്ലാം പേരുകളാണ് കമന്റ് ബോക്സിൽ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. കട്ടിൽ സിബ, ഞാൻ പറയുന്ന പേരല്ല, കമന്റ് ബോക്സിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം. കട്ടിൽ സിബ, ബെഡ് സിബ, അനലിബ, ഇതൊക്കെ എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ആ ലെവലിലോട്ട് അൻസിബ നല്ല വൃത്തിക്ക് കയറി വരുമായിരുന്നു പവർ റൂമിൽ കയറിയതിനു ശേഷം. തൊലഞ്ഞു, എല്ലാം തൊലഞ്ഞു. പിന്നീട് ഈ സാധനം ഋഷി എടുത്ത് പറഞ്ഞിട്ടുണ്ട്, തിളച്ച എണ്ണ വീണിരുന്നെങ്കിലോ എന്ന് പറഞ്ഞത് അത് ജാസ്മിനെ നെഗറ്റീവായിട്ട് പറഞ്ഞതാണോ റസ്മിനെ നെഗറ്റീവായിട്ട് പറഞ്ഞതാണെന്ന് ഒരു പിടിയുമില്ല. എന്നിട്ട് പിന്നീട് രാത്രി ഋഷിയുടെ ഒപ്പം ഇരുന്ന് ലൈവിൽ പറയുന്നുണ്ട്, എനിക്ക് ആ ജാസ്മിനെ പോലെ ഒരു വൃത്തി കെട്ടവൾ, അവള് രാത്രി 2 മണി വരെ എന്തോ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെ വരെ പറയുന്നു. ഒരാൾ ചാറ്റ് ചെയ്യുന്നതോ ചാറ്റ് ചെയ്യാത്തോ അതൊക്കെ അയാളുടെ ഇഷ്ടങ്ങളല്ലേ, അത് പുറത്തുള്ള കാര്യമല്ലേ. അതൊക്കെ പുറത്തുള്ള കാര്യം എന്തിനാണ് ഈ അകത്ത് കൊണ്ടുവന്നിടുന്നത്? എന്തിനാണ് ഈ പുറത്തെ കാര്യങ്ങൾ അകത്ത് കൊണ്ടുവന്നിരുന്നത്? ജാസ്മിൻ ചാറ്റ് ചെയ്യില്ലെന്നൊന്നും എനിക്കറിയത്തില്ല, ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കാം, ചെയ്യുന്നില്ലായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇളവി വരും, PR ഇളവി എന്ന് പറഞ്ഞാൽ അല്ല ഇന്നലത്തെ. പക്ഷേ ഇന്നലെ ഈ പറഞ്ഞ സിജോ അതിനുശേഷം പറയുന്നുണ്ട്, ജാസ്മിൻ അടി കിട്ടിയിട്ട് പോലും അവള് കരഞ്ഞുകൊണ്ട് നിന്നിട്ടും അവൾക്ക് കൊടുത്ത ശ്വേതാമൻ കൊടുത്തിട്ടുള്ള ഓർഡർ വരൂമേ വന്നിരിക്കുമേ എന്ന് പറഞ്ഞ് ഞാൻ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കടലിൻ്റെ കലി പൊട്ടി എന്ന് സിജോ പറയുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അൻസിബയുടെയും ഋഷിയുടെയും വിഷയത്തിൻ്റെ കാര്യം. ഇത് മാറ്റി ഇവിടെ ഇരുന്നോട്ടെ. ഇനി എന്താണ് ആക്ച്വലി ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ജാസ്മിൻ സ്റ്റൗ എന്ന് പിടിച്ചപ്പോൾ ഇങ്ങനെ കൈ പിടിച്ച് തട്ടി മാറ്റിയല്ല, കഴുത്തിന് പിടിച്ചു. ഈ സാധനം ഒരു മനുഷ്യർക്ക് അറിയില്ല, ലൈവിലും ഇല്ല, എപ്പിസോഡിലും ഇല്ല. ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നമാവും. മാത്രമല്ല ഇത് ടെലികാസ്റ്റിംഗ് പോയി കഴിഞ്ഞാൽ നമ്മുടെ റോക്കി സിജോ ഇഷ്യൂല് വയലൻസ് അവർ ടെലികാസ്റ്റ് ചെയ്യത്തില്ല. ഇനി മുതൽ അങ്ങനെയാണ്. വയലൻസ് എന്ന് പറയുന്ന സാധനം ലൈവിലും എപ്പിസോഡിലും ടെലികാസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇവർ ടെലികാസ്റ്റ് ചെയ്യാത്തത്. പക്ഷേ അവരല്ലാതെ മറച്ചു വെച്ചെന്നല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കഴുത്തിന് കയറി ഞെരിച്ചു, ഇങ്ങനെ പിടിച്ചു. കഴുത്തിന് കയറി ഇങ്ങനെ പിടിച്ചപ്പോഴാണ്, കഴുത്തിന് കയറി പിടിച്ചിട്ട് ഹെൽമെറ്റിൽ അടിച്ചപ്പോൾ ഹെൽമെറ്റ് അടിച്ചിട്ട് ഇളക്കി എടുത്തെറിഞ്ഞാണ് ഹെൽമെറ്റ് പൊട്ടുന്നത്. അങ്ങനെയാണ് ഞാൻ ഇന്നലെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. അങ്ങനെയാണ്. ഇതുപോലെ എൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഇങ്ങനെയാണ് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ടെലികാസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനമാണ്, ചെയ്യാൻ പറ്റാത്തൊരു സാധനം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരാളുടെ കഴുത്തിന് കയറി ഞെരിച്ചിട്ട് പോലും ഇമ്മീഡിയറ്റ് ഇജക്ഷൻ എന്തുകൊണ്ട് ചെയ്തില്ല? ഇതാണ് ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവം. ഓക്കെ, ഇത് ഇനി അതിൽ ഞാൻ തൊടുന്നില്ല. അത് ഞാൻ പറയാൻ വന്നതുകൊണ്ട് ഇതൊന്ന് ക്ലാരിറ്റി തരണം. ഇവരുടെയൊക്കെ മുഖം മൂടിയാൽ ലൈവിലില്ലാതിരുന്നോട്ടെ, എപ്പിസോഡിലില്ലാതിരുന്നോട്ടെ, അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയും, മാറ്റിവെക്കാം. ഇന്ന് രാവിലെ നടക്കുന്ന സാധനങ്ങൾ, ശ്വേതയും സാബുവും കൂടെ രാവിലെ കിച്ചണിൽ പണിയെടുക്കുന്നു, എല്ലാം നോർമലായിട്ട് വരുന്നു, ടാസ്ക് രാവിലെ ചെയ്യാൻ വരുന്നു. അപ്സര റസ്മിൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറയുന്നത്, നിങ്ങളാണ് ഏറ്റവും മോശം പവർ റൂം, നമ്മളെ ഒന്നിനും സമ്മതിക്കാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഋഷി ഇന്നലെ എന്നെ എന്തെല്ലാം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും അതിനെ പ്രതികരിച്ചോ? നിങ്ങളുടെ മോന്ത പോലും കാണുന്നത് ഗസ്റ്റിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് പറഞ്ഞു. നിനക്കൊക്കെ വേണമെങ്കിൽ പണിയെടു, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. ഇതെല്ലാം വളരെ മോശമായിട്ടാണ് നമ്മളോട് ഋഷി ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനൊരു കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. വളരെ വൾഗറായിട്ടാണ് ഋഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെക്കുറിച്ച് ഓരോന്ന്. നമ്മൾ അവൻ്റെ തലയിൽ കയറി നിരങ്ങുവാണെന്ന് പറഞ്ഞു. നമ്മൾ എന്താണ് ചെയ്തത്? അവനൊരു ക്യാപ്റ്റനാണ്, അവൻ പറയുന്നതിൻ്റെ അതിരുകൾ വിട്ടു പോകുന്നുണ്ട് എന്നെല്ലാം റസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ഇന്നലെ തോന്നിയത് നോറ ഈ പറയും പോലെയുള്ള പ്രശ്നങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടില്ല എന്നെനിക്ക് തോന്നി. ഇപ്പോൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ നോറ ഈ പറയും പോലെയുള്ള വിഷയങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. കാരണം ആ പറയുന്ന സാധനങ്ങളിലൊന്നും നോറ ഇല്ല. ഈ അടിയും കേസുകൾ ജാസ്മിൻ പറയുമ്പോൾ അത് ജാസ്മിൻ്റെ ഭാഗത്ത് തെറ്റാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. അടിയിൽ കൂടെ പണിതോന്നും നമുക്കറിയത്തില്ല, പലതവണ പണിതിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇന്നലെ പണിതതായിട്ട് ഞാൻ കണ്ടില്ല ജാസ്മിനെതിരെ. മെനിങ്ങാന്ന് വരെയും ജാസ്മിനെതിരെ പണിഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇന്നലെ ഈ പറഞ്ഞ കണക്ക് നോറ അങ്ങനെയൊന്നും ചെയ്തതായിട്ട് ഞാൻ ലൈവിൽ കണ്ടില്ല. ജാസ്മിൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അത് അപ്പോൾ നോറയ്ക്ക് ഇത് പേഴ്സണലി ഭയങ്കര ഫീലായി. ഇതാണ് ഇന്നലെ നടന്ന സാധനം. യഥാർത്ഥ സംഭവം ഇതാണ്. വിഷങ്ങളായിട്ടുള്ള അൻസിബ ഋഷി തിരിച്ചറിയുക ഇവരെ. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം എല്ലാവരിലേക്ക് ഇത് എത്തിക്കുക. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.